പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. വളരെ നല്ലൊരു ക്ലാസ്സാണ് സാർ എടുത്തത്. ലഹരിയുടെ ഉപയോഗം കൊണ്ട് ഒരുപാട് കുടുംബങ്ങൾ താറുമാറായി പോയിട്ടുണ്ട്. പലരുടെ കണ്ണുനീര് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. സാർ പറഞ്ഞതുപോലെ ഒരമ്മ ഒരിക്കൽ എൻ്റെ മുമ്പിൽ നിന്നാണ് അമ്മ സംസാരിച്ചത്, ഇനി എൻ്റെ മകൻ ജീവനോടെ വേണ്ട എനിക്ക്. അത് അസുഖം വന്നതുകൊണ്ടല്ല, ഭയങ്കരമായിട്ട് ആൽക്കഹോളിക്കായിരുന്നു പുള്ളി. സഹി കെട്ട് പറഞ്ഞു പോയതാണ്, ഇനി അവന് എനിക്ക് ജീവനോടെ വേണ്ട, ചത്തുപോയി തുറന്നോട്ടത്. അപ്പം അത്രയ്ക്ക് ഗതികെട്ടിട്ടായിരിക്കുമല്ലോ ആ അമ്മ അങ്ങനെ പറഞ്ഞത്. അപ്പം പിന്നെ ആ അമ്മയുടെ ആ മകൻ ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെയും ആ വിവാഹത്തിലുണ്ടാകുന്ന കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? നല്ലതായിരിക്കുമോ? ആയിരിക്കില്ല ഒരിക്കലും. അതൊരു വലിയ ട്രോമയായിരിക്കും, വല്ലാത്തൊരു ട്രോമയായി പോവും, കുട്ടികൾക്ക് ട്രോമയായി പോവും. പിന്നെ അവരുടെ ആ ഒരു ഫാമിലി മുഴുവൻ, അതായത് ആ കുടുംബം, ആ ഒരു ജനറേഷൻ കഴിഞ്ഞ് അടുത്ത ജനറേഷനും ഇത് തന്നെ നമ്മൾ പകർന്നു കൊടുത്തായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്ന ആ ട്രോമ. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു കുഞ്ഞുങ്ങളും ഇതിന് പോകത്തില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. കാരണം എൻ്റെ കുട്ടികൾ എവിടൊക്കെയാ പോകുന്നതെന്നും എന്തൊക്കെയാ ചെയ്യുന്നതെന്നും അവരുടെ പേരൻസിനേക്കാൾ നന്നായി എനിക്കറിയാം. അതുകൊണ്ട് എന്നാലും നമ്മളുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരു പ്രതിജ്ഞ ചെയ്തിട്ടേ പോകാവൂ. എൻ്റെ മക്കളുമാരാരും എല്ലാവരും എഴുന്നേറ്റ് ഒരു പ്രതിജ്ഞ ചെയ്തിട്ട് നമുക്ക് നിർത്താം. നന്ദി പറയാം. കഴിഞ്ഞിട്ടോ ചെല്ലുകയോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ല. സത്യം 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 അസത്യമല്ലല്ലോ പറഞ്ഞ. അപ്പം ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ നല്ല രീതിയിൽ നമുക്കൊരു ലഹരി വിരുദ്ധ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിക്കാൻ കഴിയും. അധ്യക്ഷനായിരുന്ന രാഘവൻ സാറിന് ഞങ്ങളുടെ നളന്തയുടെയും കലാഭൂഷണ ഗ്രന്ഥശാലയുടെ പ്രവർത്തക എന്ന നിലയിലുമുള്ള എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. ഈശ്വര പ്രാർത്ഥന ചൊല്ലിയ നമ്മുടെ കുട്ടികൾക്കും സ്വാഗത പ്രസംഗം ആശംസിച്ച സുരേഷ് സാറിനുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി SK ശ്രീജ മാഡം ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത്. മാഡത്തിനും നമ്മളുടെ നളന്തയുടെയും കലാഭൂഷണ ഗ്രന്ഥശാലയുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു.